കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരും രാജിവെക്കാൻ പോകുന്നില്ലെന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾ മൈക്ക് നീട്ടിയപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരമാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്തുള്ളൂ. അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുള്ള സമരം നടത്താൻ തീരുമാനിക്കുക. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രതിരോധിച്ച് മന്ത്രിമാരും രംഗത്തെത്തി. ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്ന് മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസും V ശിവൻകുട്ടിയും പറഞ്ഞു. വീണ ജോർജിനെ വ്യക്തിപരമായി ആക്രമിച്ച് തകർക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിലെ CPIM-ന് ഉണ്ടെന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. വീണ ജോർജ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രിയെന്ന് മന്ത്രി R ബിന്ദുവും പറഞ്ഞു. വളരെ അപലപനീയമാണ് ഇങ്ങനെ ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന രീതികൾ. അപ്പോൾ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അതിശക്തമായിട്ട് പറയാണ്. ശ്രീയത്ത് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് ചേരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീയത്ത്, മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന ആവശ്യം ഇന്നലെ ഈ അപകടമുണ്ടായ സമയം തൊട്ട് പ്രതിപക്ഷവും ഒപ്പം തന്നെ BJP-യും ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഒപ്പം തെരുവിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട്. ഇന്നും അത്തരത്തിൽ ഒരുപാട് സമരപരിപാടികളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുകയാണ്. പക്ഷേ അതേസമയം CPIM-ഉം അല്ലെങ്കിൽ മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും പറയുന്നു അത്തരത്തിൽ രാജി ആവശ്യമൊന്നും അതൊന്നും വിലപ്പോകില്ല, അതൊന്നും ഇപ്പോൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമല്ല, അത്രമാത്രമുള്ള വീഴ്ചകളൊന്നുമല്ല സംഭവിച്ചത്. ആരോഗ്യമന്ത്രി വളരെ കഴിവുള്ള മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാർ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുമുണ്ട്. അപ്പോൾ രാജി ആവശ്യം ഉയർത്തിയെങ്കിലും അതിനോട് ആ രീതിയിലൊന്നും ഒരു ചർച്ചയും CPM-ഓ അല്ലെങ്കിൽ സർക്കാരോ മന്ത്രിസഭയോ ഇപ്പോൾ നോക്കുന്നില്ല എന്നാണോ കരുതേണ്ടത്? എന്താണ് ഇത് സംബന്ധിച്ച് മന്ത്രിമാർ നടത്തിയ പ്രതികരണങ്ങൾ? ശ്രീത്, മെഡിക്കൽ കോളേജിലെ അപകടവും ഒരു കൂട്ടിരിപ്പുകാരുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഇന്നത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം വിശദമായി ചർച്ച ചെയ്തു. ഇതിനുശേഷമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നത്. വീണ ജോർജ് അപകടത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കണം, അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം CPIM തള്ളുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഓരോ കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രിമാർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ രാജി ആവശ്യമൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല, അത് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം എന്നായിരുന്നു MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം. മറ്റു മന്ത്രിമാരും, മന്ത്രി മുഹമ്മദ് റിയാസും R ബിന്ദുവും V ശിവൻകുട്ടിയും അടക്കമുള്ള മന്ത്രിമാരും വീണ ജോർജിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്.